നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം അത്തം നക്ഷത്രത്തെ കുറിച്ചാണ്. അത്തം നക്ഷത്രക്കാരുടെ തിരുവോണ വർഷഫലമാണ് ഇവിടെ പറയുന്നത്. 2026 ഓഗസ്റ്റ് മുതൽ 2027 ഓഗസ്റ്റ് വരെയുള്ള ഫലങ്ങളാണിത്. കൊല്ലവർഷം 1202 ആണ്ട് കലണ്ടറിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ ഫലങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഫലങ്ങളെക്കാൾ ഉപരി നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ ജീവിതം കൂടുതൽ സന്തോഷകരമാകും എന്നുള്ളത് കൂടി നമ്മളിവിടെ പറയുന്നുണ്ട്. കൂടാതെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ജന്മവർഷവും നമ്മളുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പൂജ തികച്ചും സൗജന്യമാണ്. അപ്പോൾ ഫലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ട് നമ്മൾക്ക് ഈ വർഷം എന്തൊക്കെയാണ് പ്രധാനമായിട്ട് സംഭവിക്കാൻ പോകുന്നത് ഒന്ന് നോക്കാം. അതിനുശേഷം മാസങ്ങൾ തിരിച്ച് നമുക്ക് അത് പറയാവുന്നതാണ്. തൊഴിൽ ബിസിനസ്സിലൊക്കെ നിങ്ങൾക്ക് പുരോഗതി ഉണ്ടാവുന്നുണ്ട്. സാമ്പത്തിക നിലയൊക്കെ മെച്ചപ്പെടുന്നുണ്ട് ഈ വർഷം. വിവാഹത്തിന് സാധ്യതയുണ്ട്. പ്രണയവിവാഹമൊക്കെ നടക്കാനുള്ള സാധ്യതയുണ്ട്. സ്വത്ത്, വാഹനം എന്നിവയുമായിട്ട് ബന്ധപ്പെട്ട തീരുമാനങ്ങളൊക്കെ എടുക്കാനുള്ള സാധ്യതയുണ്ട്. കുടുംബത്തിലെ ചെറിയ ഉത്തരവാദിത്തങ്ങളൊക്കെ നിങ്ങൾക്ക് വർദ്ധിക്കുന്നുണ്ട്. ആരോഗ്യനിലയിൽ ചെറിയ ശ്രദ്ധ ആവശ്യമുണ്ട്. നിങ്ങൾ ഈ വർഷം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളോട് പറഞ്ഞിട്ട് വിശദമായ ഒരു ഫലത്തിലേക്ക് കടക്കാം. സംസാരത്തിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പെട്ടെന്ന് പ്രതികരിക്കാനുള്ള ഒരു ടെൻഡൻസി ഒക്കെ നിങ്ങൾക്കുണ്ടാവാം. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. കടുപ്പമുള്ള വാക്കുകൾ പറയാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. അത് ചില അബദ്ധങ്ങളിലൊക്കെ ചെന്ന് ചാടുന്നതാണ്. അതിനുശേഷം ചില ബന്ധങ്ങളിലൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് സംസാരം നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. സാമ്പത്തിക കാര്യങ്ങളിലും ഒന്ന് നിങ്ങൾ ശ്രദ്ധ ചെറുതായിട്ട് കൊടുക്കേണ്ടതുണ്ട്. അനാവശ്യമായിട്ടുള്ള ചെലവുകൾ, ആലോചിക്കാതെയുള്ള ചില നിക്ഷേപങ്ങളൊക്കെ നടത്തുവാനൊക്കെ ഉള്ളൊരു സാധ്യത കാണുന്നുണ്ട്. മറ്റുള്ളവർക്ക് വലിയ കടം കൊടുക്കുമ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. സാമ്പത്തിക കാര്യങ്ങളിൽ ഇത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ടതാണ്. സഹപ്രവർത്തകരുമായിട്ടും മേലധികാരികളും ഒക്കെ ആയിട്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഈ ബിസിനസ്സിലൊക്കെ വളരെ ക്ഷമയും നയപരമായിട്ടുള്ള പെരുമാറ്റവും ഒക്കെ ആവശ്യമായിട്ടുള്ള ഒരു സമയമാണ്. ആരോഗ്യപരമായിട്ട് ചെറിയ പ്രശ്നങ്ങളും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഉറക്കക്കുറവ്, മാനസികമായിട്ടുള്ള സമ്മർദ്ദം, ദഹന സംബന്ധമായിട്ടുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഇവയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങൾ വന്നാലുടൻ തന്നെ ഒരു വൈദ്യസഹായം തേടുന്നത് വളരെ നല്ലതായിരിക്കും. ഇല്ലെങ്കിൽ അത് വലിയൊരു പ്രശ്നത്തിലേക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടെങ്കിലും ഇത് എപ്പോഴാണ് സംഭവിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് മാസങ്ങൾ തിരിച്ചൊന്ന് നോക്കാം. 2026 ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ മാസത്തിനുള്ളിൽ പുതിയ ജോലിയിലാകട്ടെ ബിസിനസ്സിലാകട്ടെ പുതിയ അവസരങ്ങൾ നിങ്ങൾക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. സാമ്പത്തികമായിട്ട് മെച്ചപ്പെടാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. ഈ വരുന്ന 3 മാസത്തിൽ സംഭവിക്കുന്നതാണ്. പുതിയ പദ്ധതികളൊക്കെ ആരംഭിക്കാൻ അനുകൂലമായിട്ടുള്ള ഒരു സമയം കൂടിയാണ് ഈ വരുന്ന 3 മാസങ്ങള്. ഈ സമയത്ത് പക്ഷെങ്കിൽ കുടുംബത്തില് ചില പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് നിങ്ങൾ വളരെ ക്ഷമയോടും തന്മയത്വത്തോടും കൂടി കുടുംബത്തെ ഒന്ന് കൈകാര്യം ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ 2026 നവംബർ, ഡിസംബർ, ജനുവരി ഈ 3 മാസങ്ങളില് ചെലവ് നിങ്ങൾക്ക് വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കാനാണ്. ഈ സമയത്ത് ധനപരമായിട്ടുള്ള കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും വളരെയധികം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഉറക്കമൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ഉറങ്ങിപ്പോകേണ്ട ഒരു സമയമാണ്. ഇല്ലെങ്കിൽ ചെറിയ ചെറിയ മാനസിക സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ്. യാത്രകൾക്കൊക്കെ സാധ്യതയുള്ള ഒരു സമയം കൂടിയാണ്. യാത്രകളൊക്കെ ഒരു ക്ലേശം അനുഭവിച്ചുള്ള യാത്രകൾ ഒക്കെ ആകുന്നതാണ്. നിങ്ങളുടെ ജോലി മാറ്റമൊക്കെ ഉണ്ടാവുന്ന ഒരു സമയമാണ്. കൂടാതെ ജനുവരി ഒക്കെ ആകുമ്പോഴത്തേക്കിനും സ്ഥാനക്കയറ്റമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. 2027 ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ മാസത്തിലേക്ക് എത്തുമ്പോൾ ഏറ്റവും അനുകൂലമായിട്ടുള്ള കാലഘട്ടങ്ങളിൽ ഒന്നാണെന്ന് നമുക്ക് ഈ വർഷത്തിലെ ഫലം എടുക്കുമ്പോൾ ഇതിനെ പറയാവുന്നതാണ്. വിവാഹം വേണ്ടവർക്ക് വിവാഹം നടക്കുന്നതാണ്. വീട് ഒക്കെ വാങ്ങേണ്ടവർക്കും വിൽക്കേണ്ടവർക്കും ഒക്കെ അത് സംഭവിക്കുന്ന ഒരു കാര്യം ആണ്. വാഹനത്തിൽ നിന്ന് കൂടുതൽ ഗുണം, വാഹനം പുതുതായിട്ട് വാങ്ങുവാനൊക്കെ നിങ്ങൾക്ക് കഴിയുന്നതാണ്. ശുഭകാര്യങ്ങൾക്കെല്ലാം സാധ്യതയുള്ള ഒരു മാസങ്ങളാണ് ഈ വരുന്നത്. പരീക്ഷകള്, അഭിമുഖങ്ങള്, മത്സരങ്ങള് എന്നിവയിലെല്ലാം നേട്ടമുണ്ടാകുന്നതാണ്. സർക്കാർ ജോലി, വിദേശ ജോലിയൊക്കെ ലഭിക്കാൻ സാധ്യതയുള്ള ഒരു മാസമാണ്. കൂടാതെ പുതിയ ബിസിനസ്സുകളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ്. സാമ്പത്തിക ലാഭമൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു മാസമാണ്. 2027 മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസത്തിലേക്ക് എത്തുമ്പോൾ ഈ സമയങ്ങളിൽ നിങ്ങൾ നിക്ഷേപങ്ങൾ എന്തെങ്കിലും നടത്തുന്നുണ്ടെങ്കിൽ
വളരെയധികം സൂക്ഷ്മത പാലിക്കേണ്ടതാണ്. എല്ലാ എഗ്രിമെന്റുകളെല്ലാം വായിച്ചു നോക്കിയതിനു ശേഷം മാത്രം ചെയ്യുക. നിങ്ങൾക്ക് ഈ സമയത്ത് ബന്ധങ്ങളിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ബന്ധങ്ങളിലെ തുറന്നുള്ള ആശയവിനിമയം നിങ്ങൾ നടത്തുക. അത് ആവശ്യമായിട്ട് വരുന്നതാണ്. എന്തെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ അത് മനസ്സിൽ അടക്കി വെക്കാതെ അത് തുറന്നു പറയുക എന്നുള്ളതാണ്. വിദേശ യാത്രകളും അല്ലെങ്കിൽ ദൂരയാത്രകളും ഒക്കെ ആവശ്യമായിട്ട് വരുന്നുണ്ട്. അത് സംബന്ധിച്ച അവസരങ്ങൾ നിങ്ങൾക്ക് വരുന്നുണ്ട്. വിദേശത്തേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയത്തൊക്കെ നടക്കുന്നതാണ്. നിങ്ങൾ 2026 വർഷ അവസാനത്തോടെ ചില കാര്യങ്ങളൊക്കെ ആരംഭിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ പൂർത്തിയാക്കാൻ സാധ്യതയുള്ള ഒരു സമയമാണ് ഈ ഓഗസ്റ്റ് മാസം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അതായത് ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയങ്ങൾ എന്ന് പറയുന്നത് 2026 സെപ്റ്റംബർ, 2027 ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, ഈ 4 മാസങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും അനുകൂലകരമായിട്ടുള്ള മാസങ്ങളാണ്. നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട മാസങ്ങൾ 2026 നവംബർ, ഡിസംബർ, 2027 ജൂൺ. ഇത്രയും മാസങ്ങൾ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾ ദിവസവും രാവിലെ എഴുന്നേൽക്കുന്ന ഉടനെ ഓം നമോ നാരായണ എന്ന മന്ത്രം 108 തവണ ജപിക്കുന്നത് വളരെ നല്ലതാണ്. ഇത് നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി നൽകുന്ന ഒരു കാര്യമാണ്. ഇത് അന്യമതസ്ഥരാണ് കാണുന്നെങ്കിൽ നിങ്ങളുടെ മതത്തിലും ദൈവത്തിലും വിശ്വസിച്ച് മുന്നോട്ട് പോകുക. അതുപോലെ തന്നെ വ്യാഴാഴ്ച ദിവസം നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഏറ്റവും നല്ല ഒരു ദിവസമായിട്ടാണ് കാണുന്നത്. അന്നേ ദിവസം ക്ഷേത്രങ്ങളിലൊക്കെ പോകുന്നത് വളരെ നല്ലതാണ്. നിങ്ങൾ പുതിയ കാര്യങ്ങൾ എന്തെങ്കിലും തുടങ്ങുകയാണെങ്കിൽ ഓം ഗം ഗണപതായേ നമ എന്ന മന്ത്രം ഒരു 9 തവണയെങ്കിലും മനസ്സിൽ ജപിച്ചുകൊണ്ട് ഇത് തുടങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയമുണ്ടാകുന്നതാണ്. ശിവ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും നിങ്ങൾക്ക് വളരെ നല്ലതാണ്. തിങ്കളാഴ്ച ദിവസം ക്ഷേത്ര ദർശനം നടത്തുന്നതും വളരെ നല്ലതാണ്. ശിവക്ഷേത്രമാണെങ്കിൽ അത്യുത്തമം. ഓം നമ ശിവായ എന്ന മന്ത്രം നിങ്ങൾ മനസ്സിൽ ഉരുവിട്ടുകൊണ്ട് ഈ ക്ഷേത്ര ദർശനം നടത്തുക. സാമ്പത്തികമായിട്ട് പുരോഗതി ഉണ്ടാവാനായിട്ട് വെള്ളിയാഴ്ച ദിവസം മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ്. ഓം ശ്രീം മഹാലക്ഷ്മിയെ നമ എന്ന മന്ത്രവും അന്നേ ദിവസം ജപിക്കുന്നത് വളരെ നല്ലതാണ്. വിഷ്ണു ക്ഷേത്രത്തിലാണ് പോകുന്നതെങ്കിൽ തുളസിമാല വിഷ്ണു ഭഗവാന് ചാർത്തുന്നത് വളരെ നല്ലതാണ്. ശിവ ഭഗവാന് ജലധാര നടത്തുന്നതും വളരെ നല്ലതാണ്. നിങ്ങൾ നീലവസ്ത്രം ധരിക്കുകയോ നീല നിറത്തിലുള്ള തുണിത്തരങ്ങൾ നിങ്ങളുടെ കയ്യിൽ കരുതുകയോ ചെയ്യുന്നത് വളരെ ഉചിതമായിരിക്കും. നിങ്ങൾക്ക് വളരെയധികം ഐശ്വര്യം ഉണ്ടാകുന്ന ഒരു കാര്യമാണിത്. അതുപോലെ തന്നെ നിങ്ങളുടെ പണം ഒരുപാട് നിങ്ങൾക്ക് ചെലവാകാതിരിക്കുവാനായിട്ടുള്ള ഒരു കാര്യം കൂടി നമ്മൾ പറഞ്ഞു തരികയാണ്. ലക്ഷ്മി ദേവിയുടെ ക്ഷേത്രത്തിൽ പോവുകയും അവിടെ നിന്നും ഒരു വെള്ളി നാണയം 1 രൂപ തൊട്ട് അല്ലെങ്കിൽ 2 രൂപ തൊട്ട് ഒക്കെ പൂജിച്ച് തിരികെ വാങ്ങി അത് നമ്മളുടെ പണം സൂക്ഷിക്കുന്ന പേഴ്സിലോ അലമാരയിലോ വെക്കുന്നത് വളരെ നല്ലതാണ്. തീർച്ചയായിട്ടും ലക്ഷ്മി ദേവിയുടെ കടാക്ഷം അതിലുണ്ടാവും. ഒരിക്കലും നമ്മൾക്ക് പണം അമിതമായിട്ട് ചെലവാകുകയില്ല. അതൊന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് അത്തം നക്ഷത്രക്കാരുടെ പൊതുവായിട്ടുള്ള ഒരു ഫലമാണ്. ഇത് നിങ്ങളുടെ ജന്മസമയം അനുസരിച്ച് ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടാവും. ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമ്മൾക്കിത് വന്ന് ഭവിക്കുന്നതാണ്. ഇത് സ്ത്രീ പുരുഷ ഭേദമന്യേ നിങ്ങൾക്ക് വന്നു ചേരുന്ന ഒരു ഫലമാണ്. അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.